അപ്പൊ ഏത് ചുറ്റുപാടിലാണെങ്കിലും വീട് എന്ന സംഗതി അത് വലുതായാലും ചെറുതായാലും ആർക്കും അത് തികയില്ല. ഇതൊന്നും അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും വളരെ ചെറിയ വീടാണെങ്കിലും വളരെ നമുക്കൊക്കെ ഇത് കയറിക്കിടക്കാൻ വൈകുന്നേരം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ചോരാതെ കിടക്കാനൊക്കെ പറഞ്ഞ അരിക്കുവായ പിന്നെ വരുന്നത് ബോംബെയിൽ നിന്നാണ്. ബോംബെയിൽ ചോപ്പട നമ്മുടെയൊക്കെ എല്ലാവർക്കും ബോംബെയിലെ ചേരി പ്രദേശങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അവിടെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർ, അവിടെയൊക്കെ ജീവിക്കുന്ന ഒഴുക്കളുമായി ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലെ സ്ഥിതി വ്യത്യസ്തമല്ല. പക്ഷെ നമ്മുടെ പ്രകൃതിയിലെ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളും മറ്റുമായി ധാരാളം പദ്ധതികളും ഒക്കെ ആയിട്ട് വീട് ഒരു പരിധി വരെ വീട് വെച്ചു കൊടുക്കാനുള്ള ചുറ്റുപാടുകളാണ് എല്ലാ ഗവൺമെന്റുകളും എല്ലാ പഞ്ചായത്തുകളും വളരെ സജീവ പരിഗണനയുടെ സംഗതിയാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇന്ന വിഷയമാണെങ്കിലും അതിന് മുമ്പല്ല മന്ത്രിമാരൊക്കെ ആണെങ്കിലൊക്കെ ഈ കാര്യത്തിലുള്ള താല്പര്യം പിടിക്കുന്നത് അതിലുള്ള മെച്ചവും ഉണ്ടായിട്ടുണ്ട്. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് മുന്നണി ഭരിച്ചാലും ഗവൺമെന്റ് പ്രധാനമായ പരിഗണനയിൽ ഈ ഭവന പദ്ധതി വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ സന്നദ്ധ സംഘടനകളായ സിസ്കോ പോലെയുള്ള സംഘടനകൾ ഒക്കെ ചെയ്യാവുന്ന ഏറ്റവും നല്ല പണിയാണ്. എനിക്കും വളരെ താല്പര്യപ്പെട്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ 30ാം വാർഷികത്തിന് എന്ത് ചെയ്യണമെന്നത് ഞാൻ കണക്കൂട്ടി എൻ്റെ ഭാര്യ 30 വീടുണ്ടായി കൊടുക്കുക. 30 പാവങ്ങൾക്ക് എന്ന് ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചത്. കൊല്ലം മുമ്പാണ് 30 കൊല്ലം കഴിഞ്ഞത് 2006. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓരോ കൊല്ലം എന്നാ കാര്യം 30 വീടുണ്ടാക്കാൻ എന്നുള്ളൊരു എന്തൊരെല്ലാം ചെയ്യാൻ കഴിയുന്ന ചെയ്യാനും അത് വളരെ പാവപ്പെട്ട ഏറ്റവും അധികം ഈ ലോകത്ത് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന പുറമെ ഇവിടെ കോതിപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞ നാടിൻ്റെ വികസനത്തിൽ പങ്കാളികളും കൂടി ആകുന്നു. എല്ലായിടത്തുള്ള പ്രശ്നം മൂലമ്പള്ളിയിലുള്ള പ്രശ്നം അറിയാം, എവിടെയുള്ള പ്രശ്നം അറിയാം, കോഴിക്കോട് എയർപോർട്ടിൻ്റെ അവിടുത്തെ പ്രശ്നം അറിയാം. എവിടെയും ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവർക്കുള്ള മെയിൻ പ്രശ്നം എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാന്നുള്ളത്. ആ റീഹാബിലിറ്റേഷന് വളരെ നല്ല കാര്യം നടത്തുകയാണെങ്കിൽ ഗവൺമെന്റിനും മറ്റുള്ള സംഘടനകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ജസ്റ്റ് ബലം പ്രയോഗിച്ച് ഭൂമി ഏറ്റെടുക്കുകയും അവർ തെരുവഴിയിലാക്കുകയും എവിടെയെങ്കിലും കൊണ്ടുപോയി ഭൂമി എടുത്തിട്ട് കാര്യമൊന്നുമില്ല. നിലമ്പൂർ കൊണ്ടുപോയി ഇവിടെ ഉള്ളവർക്ക് ഞാൻ കുറച്ച് സ്ഥലമുണ്ട്, ഇവിടെ അവിടെ നിലമ്പൂർ ഒന്ന് 5 സെന്റ് എടുത്തോളൂ 10 സെന്റ് എടുത്തോളൂ എന്ന് കാര്യമാണ്. ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആവാസം, അവരുടെ ജീവിതം, അവരുടെ ജീവിതം നിത്യം കഴിഞ്ഞു പോകുന്നത് ഇതിനോട് ചുറ്റുപാടൊക്കെ വേണ്ടിയാണ്. എവിടെയെങ്കിലും പോയിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒഴിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിനടുത്ത് തന്നെയുണ്ട് സ്ഥലം കൊടുക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ മിനിമം സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുള്ള മാനസികമായ പരിഗണന കടമ എവിടെയും ഗവൺമെന്റ് മറ്റാരും ചെയ്യണം. അത് വ്യവസായത്തിനായാലും വികസനത്തിനായാലും ഇതിനാണെങ്കിലും റോഡ് വികസനത്തിനായാലും പാലത്തിനായാലും പാവപ്പെട്ടവരുടെ ഈ കാര്യത്തിൽ പരിഗണന ഏറ്റവും വലുതാണ്. അതിന് സിസ്കോ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വരുന്നു. സിസ്കോയുടെ ഇവിടെ ഏറ്റെടുക്കുന്നു. പിന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ MC ഫണ്ടിന് സാധാരണ എന്നെ വിളിച്ചതാണ്. സാധാരണ എന്നെ എവിടെ വിളിച്ചാലും എനിക്കറിയാം എന്താണ് ഇപ്പം അതിൻ്റെ കുട്ടൻ എന്നെ എന്തിനു വിളിക്കുന്നു. സ്കൂളിൽ വിളിച്ചാൽ എനിക്കറിയാം കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ അനാഥാലയത്തിൽ വിളിച്ചാൽ